നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാം കഴിഞ്ഞു വന്ന് ഒരു പരാജയം, ഒരു ജോലി നഷ്ടം, ഒരു ബന്ധം തകർച്ച, അല്ലെങ്കിൽ ഒരു സ്വപ്നം കൈവിട്ടുപോയി? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് ഒരു കാര്യം മാത്രം: ഒന്നും അവസാനിച്ചിട്ടില്ല എന്നത്. ഈ വീഡിയോ മുഴുവൻ കാണൂ, കാരണം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം ഇന്ന് തുടങ്ങാം. ഇത് തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം. പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. ജീവിതത്തിൽ എല്ലാവർക്കും തോൽവിയുണ്ട്. വിജയിച്ച ഓരോ വ്യക്തിയുടെയും പിന്നിൽ എണ്ണമറ്റ പരാജയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. പരാജയം നിങ്ങളെ അവസാനിപ്പിക്കാൻ ഒന്നല്ല, അത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാൻ ഒന്നല്ല. ഇന്ന് നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ നാളെ കൂടുതൽ ഉയരത്തിൽ എഴുന്നേൽക്കാൻ വേണ്ടിയാണത്. നിങ്ങളുടെ സമയം വരും. മറ്റുള്ളവരെ കണ്ട് നിങ്ങളുടെ ജീവിതം അളക്കരുത്. ഓരോരുത്തർക്കും അവരുടെ സ്വന്തം സമയമുണ്ട്. ഒരു വിത്ത് നട്ടുന്നവർ അത് മരമാകില്ല. സമയം വേണം, ക്ഷമ വേണം, പരിപാലനവും വേണം. അതുപോലെ തന്നെ നിങ്ങൾ സ്വപ്നങ്ങൾ ചെയ്യുന്ന ചെറിയ മാറ്റങ്ങൾ. ഇന്ന് മുതൽ ഈ 3 കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ദിവസവും പുതിയ കാര്യം പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് കുറഞ്ഞത് 1 മണിക്കൂർ പ്രവർത്തിക്കാം. എനിക്ക് കഴിയും എന്ന് എല്ലാ ദിവസവും നിങ്ങളോട് തന്നെ പറയുക. ചെറിയ മാറ്റങ്ങൾ വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. നിങ്ങളിൽ വിശ്വസിക്കുക. ലോകം മുഴുവൻ നിങ്ങൾ സംശയിച്ചാലും നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ മതി. കാരണം നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തി മറ്റൊരാളുടെയും കൈകളിലല്ല, അത് നിങ്ങളുടെ തീരുമാനങ്ങളിലാണ്. സോ ഇന്ന് ജീവിതം നിങ്ങൾക്ക് കിട്ടിയത് അത് രാഷ്ട്രീയ സംഭവം മാത്രമല്ല, നിങ്ങളുടെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ട്, വലിയ തുടക്കത്തിലേക്ക് പോവാനായിട്ട് വന്നതാണ്. ഓക്കെ, ഒന്നും അവസാനിച്ചിട്ടില്ല. നമ്മളുടെ മുന്നിൽ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളത് കണ്ടെത്തി നമ്മൾ കൃത്യമായിട്ട് വളവും വെള്ളവും കൊടുത്താൽ നമുക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ലക്ഷ്യങ്ങൾ പല രീതിയിൽ തട്ടിപ്പോയേക്കാം. പക്ഷെ ആ തട്ടിപ്പോയ സംഭവം തിരിച്ചു പിടിക്കാനൊക്കെ ശക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിൽ വിജയം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രവൃത്തിയിലും അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഒരിക്കൽ വന്നെത്തുകയും ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സ്വയം തരണ്ടായിരിക്കുക. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.